എന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിഹാസ്തികൾ എന്നുള്ള വിഷയത്തോട് ബന്ധത്തിൽ ഇന്ന് ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ആരാണ് പരിഹാസികൾ? സങ്കീർത്തനം 1 തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. എന്തുകൊണ്ടാണ് ഒരു ദൈവം ഇതിനുള്ള ബന്ധത്തിൽ അപ്രകാരം പറയുന്നത്? ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവവേദൻ 3 കാര്യങ്ങൾ ചെയ്യരുതെന്നും അതിനുശേഷം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതും അങ്ങനെ ചെയ്താൽ ആ ദൈവവേദൽ എപ്രകാരമായിരിക്കുമെന്ന് എല്ലാ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ 3 കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നു. 1, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. സ്തോത്രം. ആരാണ് പരിഹാസികൾ? ദൈവത്തെ ഭയമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പരിഹാസികൾ എന്ന് പറയുന്നത്. ഈ കൂട്ടരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആരെങ്കിലും ഒരാൾ ഈ ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ ആ ചെയ്ത കാര്യങ്ങളെ നല്ലതെന്ന് പറയിപ്പിക്കാതെ അതിനെ മോശമായി ചിത്രീകരിച്ച് ഒരു കൂട്ടം ആളുകളെ കൂട്ടി ആ ചെയ്ത കാര്യത്തെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പരിഹാസികൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ പോയി ഒരു ദൈവ പൈതൽ ഇരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ അവന് ദൈവം കൊടുത്തിട്ടുള്ള കൃപ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഒരു ദൈവത്തിന്റെ പൈതൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. അങ്ങനെയായാൽ ആ മനുഷ്യൻ ഭാഗ്യവാനാണ്. അങ്ങനെ ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതൽ നിത്യതയോളം വളരുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കരുത്. ഈ പരിഹാസികൾ ആരെയാണ് ആദ്യം പരിഹസിച്ചത്? ഞാൻ ഈ റോമാലേഖനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പരിഹാസികൾ ആദ്യം പരിഹസിച്ചത് സൃഷ്ടാവായ ദൈവത്തെയാണ്. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. സ്തോത്രം. നോക്കണേ, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് മനുഷ്യർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല, അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ ആദർശ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തിയാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വന്നു. സ്തോത്രം. നോക്കണേ, ദൈവം അവർക്ക് ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്താണത്? അവന്റെ നിത്യശക്തിയും ദിവ്യത്വവും. അത് അവന്റെ ആദർശ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത് എന്നെല്ലാം മനുഷ്യർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവർ ദൈവത്തെ പരിഹസിച്ചു. ആ വാക്യം ഇപ്രകാരം 21-ാമത്തെ വാക്യം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീരുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. നോക്കിയേ, ഈ പരിഹാസികൾ ചെയ്ത പ്രവൃത്തി കണ്ടോ? ദൈവം അവർക്ക് ബുദ്ധിക്ക് തെളിവായി ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. ഈ ഭൂമിയെ സൃഷ്ടിച്ചതും ഈ ഭൂമിയിൽ സൃഷ്ടിജാലങ്ങൾ ഉണ്ടായതും മനുഷ്യനെ ഉണ്ടായതും ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഈ കാണുന്ന എല്ലാം ദൈവമാണ് ഉണ്ടാക്കിയതെന്ന് മനുഷ്യന് ബുദ്ധിക്ക് തെളിവാകുന്ന രീതിയിൽ പ്രവർത്തികളാൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അവർ ദൈവത്തിന് വേണ്ട തക്ക മഹത്വം കൊടുക്കാതെ ദൈവത്തെ പരിഹസിച്ചോ? അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് മാതീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ വ്യർത്ഥ നിരൂപണങ്ങളിൽ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പോ ഒരു ദൈവവേദൽ ചിന്തിക്കണം, എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചിട്ട് ഈ ദൈവത്തിന്റെ സൃഷ്ടിയെ പരിഹസിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. പരിഹസിക്കുന്ന പ്രവൃത്തി ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. അതുപോലെ തന്നെ ബുദ്ധിക്ക് തെളിവായി ദൈവം എല്ലാം വെളിപ്പെടുത്തി തന്നിട്ട് ഈ ഭൂമിയിലെ ജീവിതവും നമ്മളെ മനസ്സിലാക്കി, ഇനി വരുവാനുള്ള ഭൂമിയെയും കുറിച്ചും ആ നിത്യതയെ കുറിച്ചും നാം മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് വേണ്ട തക്ക മഹത്വം കൊടുക്കാതെ ദൈവത്തെ പരിഹസിക്കുന്ന ഒരു പ്രവൃത്തി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരരുത്. ഈ പരിഹാസികൾ എന്ന് പറയുന്നത് അവർ ജ്ഞാനികൾ എന്ന് പറഞ്ഞിട്ട് മൂഢരായി പോയവരാണ്. പരിഹാസികൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തിന്റെ ഇടയിൽ പോയി ഇരുന്ന് അവരുടെ വാക്കുകൾക്ക് ഒത്തവണ്ണം കേട്ട് ചിരിച്ച് രസിച്ച്
ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഒരു ദൈവവൈതലിന് വ്യവസ്ഥയില്ല. ഒരു ദൈവവൈതൽ ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പരിഹാസ്യ വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാതെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അത് നമുക്ക് ഓരോരുത്തർക്കും ജീവനായി തീരും. അതുകൊണ്ടാണ് സങ്കീർത്തനം 1 തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പരിഹാസികൾ എന്ന് പറയുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടിരിക്കുക. ഈ കാണുന്നതെല്ലാം അനുഭവിക്കാൻ അവർക്ക് സാധിക്കും. ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാ ഉണ്ടായെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ദൈവം അവർക്ക് ബുദ്ധിക്ക് തെളിവാക്കി കൊടുത്തു, തെളിച്ചു കൊടുത്തു. അവർക്ക് അവരുടെ ബുദ്ധിക്ക് മനസ്സിലാകേണ്ട രീതിയിൽ ദൈവം മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ടും ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ പരിഹസിക്കുവാൻ തുടങ്ങി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനി എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകളെല്ലാം കൂടെ കൂട്ടി ഞാൻ പറയണ ശരിയെന്നും പറഞ്ഞ് അവർ കാണിച്ച അങ്ങനെയാണോ? ഒരു ഹോള് പണിതാൽ തന്നെ ആ ഹോള് പണിയോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന് സഹകരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിനും പകരം മാറി നിൽക്കും. പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നിട്ട് അത് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ ജ്ഞാനികളെ കണ്ടിട്ടുണ്ടോ? അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു പോയത് കൊണ്ടാണ് സമയത്ത് വന്ന് പറയേണ്ട കാര്യങ്ങൾ സമയത്ത് പറയാതെ സമയം കഴിഞ്ഞ് വന്ന് എല്ലാം കഴിഞ്ഞുമ്പോൾ അതിന് അഭിപ്രായം പറയാൻ വരുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ വിവേകമില്ലാതെ ഇരുണ്ടുപോയ ഒരു കൂട്ടം ആളുകളാണ്. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായി പോയ ഒരു കൂട്ടം ആള്. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു ദൈവവേദന വളരെ ശ്രദ്ധയോടെ ഭൂമിയിൽ ജീവിക്കണം. ഞാൻ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയിരിക്കാൻ എനിക്ക് വ്യവസ്ഥയില്ല. ഇനി ഒരു പരിഹാസിയാകുവാൻ എനിക്കൊരു വ്യവസ്ഥയില്ല. തെറ്റും ശരിയും തിരിച്ചു കൊടുക്കേണ്ടത് ഒരു ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കണം. അതിനുള്ള ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു പോകരുത്. ഒരു തെറ്റ് കണ്ടാൽ തെറ്റ് തെറ്റാന്ന് ബോധ്യപ്പെടുത്തുവാൻ ഒരു ദൈവവൈതൽ കഴിഞ്ഞോളണം. കാരണം തെറ്റ് ചെയ്യുന്ന വ്യക്തി ഒരിക്കലും നിത്യത അവകാശമാക്കില്ല. അതുകൊണ്ട് തെറ്റും ശരിയും മനസ്സിലാക്കി തിരുത്തി കൊടുക്കേണ്ടത് തിരുത്തി കൊടുക്കണം. കാരണം റോമാലേഖനം 12-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ഒന്നുകൂടി മനസ്സിൽ പറഞ്ഞ്, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കപടമില്ലാത്ത സ്നേഹമാണ്, വ്യാജമില്ലാത്ത സ്നേഹമാണ്, നിർവ്യാജ സ്നേഹമാണ്. നിർവ്യാജ സ്നേഹത്തിന്റെ ഉടമയാണ് ഞാനും നിങ്ങളും എങ്കിൽ നാം കർത്താവ് യേശുക്രിസ്തുവിന്റെ പൈതങ്ങളാണ്. ആമീൻ. നാം കർത്താവ് യേശുക്രിസ്തുവിന്റെ പൈതലായി തീർന്നതോടുകൂടെ അപ്രകാരമുള്ള നിർവ്യാജ സ്നേഹത്തിന് ഉടമയാണ്. വ്യാജ സ്നേഹത്തിന് ഒരിക്കലും നാം കൂട്ടുനിൽക്കരുത്. കപട സ്നേഹത്തിന് ഒരിക്കലും നാം കൂട്ടുനിൽക്കരുത്. അതൊന്നും നമുക്ക് നിത്യത വരെ എത്തിക്കുന്നതല്ല. അതെല്ലാം നമ്മെ നശിപ്പിച്ചു കളയുന്ന, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠത ഇല്ലാതാക്കുന്ന പ്രവൃത്തികളാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഒരു കൂട്ടം ആളുകൾ ജ്ഞാനികൾ എന്ന് പറഞ്ഞ് മൂഢരായി പോയി. അവർ ദൈവത്തെ പരിഹസിച്ചു. അവർ ദൈവത്തെ പരിഹസിച്ച പരിഹാസം നമ്മൾ മനസ്സിലാക്കണേ. റോമാലേഖനം 1-ന്റെ വാക്യം, ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവർ മൂഢരായി പോയി. അക്ഷനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവം സൃഷ്ടിച്ചതിനെ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവമാക്കി മാറ്റി. ദൈവം സൃഷ്ടിച്ചതിനെ മനുഷ്യൻ ദൈവമാക്കി മാറ്റി. ദൈവത്തെ എത്രയേറെ പരിഹസിക്കാൻ, ഇതിനപ്പുറം ദൈവത്തെ പരിഹസിക്കാൻ വേറൊന്നുമില്ല. ദൈവമാണ് മനുഷ്യൻ സൃഷ്ടിച്ചെന്നല്ല ബോധ്യം ബുദ്ധിക്ക് തെളിവായി ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ട് സൃഷ്ടിയെ ദൈവമാക്കി ആരാധിക്കാൻ ഇടയിൽ തീർന്നു. അക്ഷയനായ, ക്ഷയം സംഭവിക്കാത്ത, മാറ്റം സംഭവിക്കാത്ത ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവത്തെ അറിയാതെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയല്ല കേട്ടോ. ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന, ദൈവത്തെ അറിഞ്ഞ്, അവർ വചനം അങ്ങനെ തന്നെ പറഞ്ഞ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാത്ത ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കണേ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് നമ്മൾ പ്രാർത്ഥിക്കും, നല്ല ജോലി വേണം, നല്ല ഭവനം വേണം, നല്ല വാഹനം വേണം, നമുക്ക് നല്ല കുഞ്ഞുങ്ങളില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിനുശേഷം ദൈവം നമുക്ക് ആ പ്രാർത്ഥന കേട്ട് നമുക്ക് ദൈവം ചില കാര്യങ്ങൾ നടത്തി തരും. ആ നടത്തി തരുമ്പോൾ പിന്നെ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം നമുക്കൊരു കുഞ്ഞിനെ തന്നാൽ പിന്നെ ആ കുഞ്ഞ് നമ്മുടെ ദൈവമായി മാറരുത്. കുഞ്ഞ് കരയും, കുഞ്ഞിന് ഇത്രയും നേരം അവിടെ പോയി ഇരിക്കാൻ കഴിയില്ല, കുഞ്ഞിന് വയ്യ എന്ന് പറഞ്ഞ് പ്രാർത്ഥന മുടക്കി വീട്ടിലിരുന്നാൽ ആ കുഞ്ഞ് ആരാണോ പ്രാർത്ഥന മുടക്കി വീട്ടിലിരിക്കുന്നത് അവരുടെ ദൈവമാണ് ആ കുഞ്ഞ്. ദൈവം അവർക്ക് ബുദ്ധിക്ക് തെളിവായി കൊടുത്തു, പ്രാർത്ഥനയ്ക്ക് മറുപടിയായ ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് പ്രാർത്ഥനകളിൽ കടന്നു വന്ന് ദൈവമക്കളോട് ഒരുമിച്ച് സന്തോഷിക്കേണ്ടതിന് പകരം
ന്യായീകരണങ്ങൾ പറഞ്ഞ് ഭവനത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ ഒന്നാന്തരം പറ്റിച്ചത്. ഒന്നാന്തരം പരിഹാസമാണ് ദൈവത്തോട് ചെയ്തത്. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന മുടക്കി ജോലിക്ക് പോകുന്നതും ഒരു ദൈവവേദന വ്യവസ്ഥയല്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ശിമോൻ പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ആഴത്തിലേക്ക് നീക്കി വലയിറക്കിയപ്പോൾ ഒരു പടകം നിറയെ മീൻ കിട്ടി. ആ മീൻ കൊണ്ടുപോയി വിറ്റതായിട്ടോ ആ മീനിന്റെ കാര്യങ്ങൾ ചെയ്തതായിട്ടോ ഒന്നും വചനത്തിൽ വ്യവസ്ഥയില്ല. അവൻ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു. പടകും ആ മീനും എല്ലാം ഉപേക്ഷിച്ചു. അതൊന്നും വിറ്റതായിട്ടോ ഒന്നും ബൈബിളിൽ കാണുന്നില്ല. അല്ല, ഞാനിതെല്ലാം ഒന്ന് വിറ്റ് തീർത്തിട്ടോ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ മീൻ പത്രോസിന്റെ ദൈവമായി തീർന്നേനെ. ഇനി കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ജോലി തന്നാൽ ആ ജോലി പ്രാർത്ഥന മുടക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ആയി തീരരുത്. ആമേൻ. ആ ജോലി കൊണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന്റെ കാര്യങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും കൂടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ചില ആളുകളെല്ലാം പറയുന്ന മൃഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. എന്നിട്ട് കൃഷിഭവനിൽ നിന്ന് നല്ലൊരു ആടിനെയോ ക്ലാവിനെയോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആടിന് പുല്ലിറക്കണം, ക്ലാവിന് പുല്ല് കൊണ്ടുപോകണം, ആട് പ്രസവിക്കാറായി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന മുടക്കി വീട്ടിലിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കണേ, ആട് നമ്മുടെ ദൈവമായി മാറുകയാണ്. സൃഷ്ടിച്ചവനെ നാം പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. സൃഷ്ടാവിനെ ആരാധിക്കേണ്ടതിന് പകരം സൃഷ്ടിയെ ആരാധിക്കുന്ന ഒരു ഗണത്തിലേക്ക് ഈ ആളുകൾ മാറിപ്പോയി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. ന്യായീകരണങ്ങൾ പറഞ്ഞ് പ്രാർത്ഥന മുടക്കി ഭവനത്തിൽ ഇരിക്കുമ്പോൾ നാം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം, നാം പരിഹസിക്കുന്നത് ദൈവത്തെയാണ്. നമ്മുടെ വീട്ടിലെ ജോലി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും, അല്ലെ? വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. വീടെല്ലാം അടിച്ച് തുറച്ച് വൃത്തിയാക്കിയിടും, പറമ്പില് എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യും, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞായറാഴ്ച ദിവസം വരുമ്പോൾ ശരീരത്തിന് വേദനയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥന മുടക്കി ഭവനത്തിൽ ഇരുന്നാൽ എന്റെ ശരീരത്തെ ഞാൻ തന്നെ ദൈവമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ മുന്നോട്ട് ജീവിക്കണം. ദൈവത്തെ പരിഹസിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. കാരണം അങ്ങനെയുള്ള കൂട്ടങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇരുണ്ടുപോയ ഹൃദയമുള്ള ആളുകളാണ്. വിവേകമില്ലാതെ ഇരുണ്ടുപോയ ഹൃദയമുള്ള ആളുകൾ. അപ്രകാരം ഒരു പരിഹാസിയായി തീരാനല്ല ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത്. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കി നാം ഈ ഭൂമിയിൽ ജീവിക്കണം. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇപ്രകാരം നാം ദൈവത്തെ പരിഹസിച്ച് മുന്നോട്ട് ജീവിച്ചാൽ, അതിന്റെ 28ാമത്തെ വാക്യം പറയുന്നു, അവർ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു കളഞ്ഞു. നികഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ച ചില പ്രവർത്തികൾ ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തിക്കണേ, ദൈവം നമ്മെ കൈവിട്ടു എന്നാണ് അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ്. നികഷ്ടബുദ്ധിയിലേക്ക് പോകുന്ന പ്രവർത്തികൾ എന്താണെന്ന് അറിയാമോ? അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ദൈവം നമ്മെ നികഷ്ടബുദ്ധിയിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുർശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷ്ണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ എന്ന് വേണ്ട അങ്ങനെ തുടർന്ന് പറയുക. ഈ വക പ്രവൃത്തി ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരോട് ഒരുപാട് അടുക്കാൻ പോകേണ്ട. കാരണം അവരെ നികഷ്ട ബുദ്ധിയിൽ തള്ളിക്കളഞ്ഞിരിക്കുക. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഒരിക്കലും കൂട്ടുകൂടാൻ വ്യവസ്ഥയില്ല. കാരണം അവർ ദൈവത്തെ പരിഹസിച്ചവരാണ്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ലാത്തതിന് തക്കവണ്ണം ദൈവമാരെ ഉചിതമല്ലാതെ ചെയ്യുവാൻ നികഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് അവരുടെ കൂടെ കൂടാൻ ഒരു ദൈവത്തിന് വ്യവസ്ഥയില്ല. ഒരു ദൈവവേദന ചെയ്യേണ്ടത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. അതാണ് ഒരു ദൈവവേദന ചെയ്യേണ്ടത്. അതല്ലാതെ ഈ ദുഷ്ടന്മാരുടെ പ്രവൃത്തി ചെയ്യുവാൻ വ്യവസ്ഥയില്ല. എന്റെ 32ാമത്തെ വാക്യം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കും കൂടെ ചെയ്യുന്നു. ഇതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല, പക്ഷെ ആരെങ്കിലും ചെയ്താൽ ആ ചെയ്തത് തെറ്റെന്ന് പറയില്ല. തെറ്റെന്ന് പറയാത്തോടത്തോളം കാലം, തെറ്റാന്ന് പറഞ്ഞു കൊടുക്കാത്തോടത്തോളം കാലം അതിൽ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു കൂട്ടു സഹോദരന് തെറ്റ് പറ്റിയാൽ അത് തെറ്റാണ് പറയണം. അത് പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കും കൂടെ ചെയ്യുക. നാം തെറ്റ് മറച്ചു വെക്കുമ്പോൾ ആ പ്രവർത്തികൾക്ക് ഉത്തരം ഞാനും കൂടെ പറയണം. അതെനിക്ക് ബോധ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞ് മനസ്സിലാക്കി ക്രമീകരിച്ച് ഒരുമിച്ച് നിത്യതയ്ക്ക് പ്രവേശിക്കേണ്ടതാ. ഒരു സഭയാൻ കുടുംബത്തിൽ ആരെങ്കിലും ദൈവമക്കൾ എല്ലാവരും ഒരുമിച്ച് ആയിരുന്നു പാട്ടുപാടി ആരാധിച്ച് കർത്തൃമേശ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരപ്പന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും.
നമ്മളെല്ലാവരും അപ്പന്റെ സന്നിധിയിൽ എത്തിക്കൊള്ളണം, നിത്യതയിൽ ഉണ്ടായിക്കൊള്ളണം. അതാണ് ഒരു ദൈവത്തിന് വേണ്ടത്. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ന്യായം അറിഞ്ഞിട്ടും അവ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കാൻ കൂടെ ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കാൻ ദൈവത്തിന് വ്യവസ്ഥയില്ല. തെറ്റെന്ന് മനസ്സിലാക്കി അവരെ ചൂണ്ടിക്കാണിച്ച് നിത്യത ഒരുക്കി കൊടുക്കണം. അതാ സഹോദരന്മാർ തമ്മിൽ പ്രബോധിപ്പിക്കുക എന്ന് പറയുന്നത്. സഹോദരന്മാർ തമ്മിൽ പ്രബോധിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടെ നാം ഈ ഭൂമിയിൽ ജീവിക്കണം, വളരെ ഗൗരവത്തോടുകൂടെ. അല്ലാന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് ഒരുക്കിയിരുന്ന ശ്രേഷ്ഠത കൈവിട്ടു പോകും. പ്രിയമുള്ളവരെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കേണ്ട ഒരു ദൈവത്തിന് വ്യവസ്ഥയില്ല. പരിഹസിക്കുന്നവർ അവർ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണ് പരിഹസിക്കുന്നത്. അപ്രകാരം പരിഹസിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ നികഷ്ടബുദ്ധിയിൽ ദൈവം തള്ളിക്കളഞ്ഞവരാണ്. ദൈവം നികഷ്ടബുദ്ധിയിൽ തള്ളിക്കളഞ്ഞവരാണ്. അതുകൊണ്ട് ഒരു ദൈവം ഇതിൽ ചെയ്യേണ്ടത് അവിടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുക. സർവകൃപാലുവായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചെയ്യാം, ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. അങ്ങനെയിരിക്കുന്ന ദൈവപൈതൽ ഭാഗ്യവാനാണ്. അപ്രകാരം ഭാഗ്യപദവിയിലേക്ക് കടന്നു വന്ന ദൈവമക്കളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ ആറ്റിരിക്കത്തും നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും. എന്നാൽ പരിഹാസികളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതുപോലെ ദുഷ്ടന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? പാപികളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരാണ്. ആമേൻ. എന്നാൽ നാം ചെയ്യുന്നൊക്കെയും സാധിക്കും. എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർ കാറ്റുപാറ്റുന്ന പതിര് പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ദൈവത്തിൽ നിൽക്കുന്ന ദൈവസഭയിൽ, നീതിമാന്മാരുടെ സഭയിൽ ഇപ്രകാരമുള്ള പരിഹാസികൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയുകയില്ല. നമുക്ക് അഭിമാനത്തോടെ നിവർന്നു നിൽക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠതയോടെ നിൽക്കാം. അതിനുവേണ്ടി ദൈവം നമുക്ക് ദാനമായി തന്ന കൃപ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവവചനത്തിൽ വായിക്കുകയും ധ്യാനിക്കുകയും വളരുകയും ചെയ്യാം. സർവകൃപാലായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നന്ദിയോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഇടയായി തീർത്തല്ലോ. ഈ കേട്ട വചനം 30, 60, 100 ഇനിയെ വിളഞ്ഞ് കർത്താവേ ഹല്ലേലൂയ അനേകം ആളുകൾ ഹല്ലേലൂയ നിത്യതാവകാശമാക്കുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിന്റെ ശക്തി അത് കടന്നു ചെല്ലേണ്ട ഇടം വരെ കടന്നു ചെല്ലുവാൻ ഹല്ലേലൂയ കർത്താവ് സഹായിക്കണമേ. ഈ ശബ്ദത്തെ ഹല്ലേലൂയ അനേകം ആളുകൾക്ക് ഒരു പ്രയോജനമായി തീരണമേ. അനേകം ആളുകൾ ഹല്ലേലൂയ പാപത്തെക്കുറിച്ച് ബോധം വരുവാൻ ഇടയായി തീരണമേ. ഹല്ലേലൂയ കേൾക്കുന്ന ഹല്ലേലൂയ എല്ലാ ആളുകളും കർത്താവ് അനുഗ്രഹിക്കണമേ. പറയുന്ന അടിയനെ കർത്താവ് സൂക്ഷിക്കണമേ. അടിയുടെ നോട്ടത്തില്, സംസാരത്തില്, പ്രവൃത്തിയില്, ചിന്തയില്, കൊടുക്കല്, വാങ്ങല് എല്ലാം കർത്താവിന്റെ പരിശുദ്ധാത്മന്റെ സാന്നിധ്യം നിരന്തരം ഉണ്ടായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന യാചന കേട്ട കൃപയ്ക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.